പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? ആൻസർ ഷീറ്റ് ഒക്കെ കിട്ടിയില്ലേ എല്ലാവർക്കും? നല്ല മാർക്കുണ്ടോ എല്ലാവർക്കും? നമ്മൾക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ യേശുനാഥ, ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും പങ്കുവയ്ക്കുവാനുമുള്ള കൃപാവരം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ പാഠഭാഗം എന്താ പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു അല്ലെ? നമ്മള് കഴിഞ്ഞ പാഠഭാഗത്ത് എന്തായിരുന്നു പഠിച്ചത്? ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവരാജ്യ സങ്കല്പം പഴയ ഉടമ്പടിയില് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം കേട്ടോ. അതായത് ആരോരുമില്ലായിരുന്ന നാടോടികളെ ദൈവം അബ്രാമിലൂടെ വിളിച്ചു. ദൈവം ആരിലൂടെ വിളിച്ചു? അബ്രാമിലൂടെ. ആരോരുമില്ലായിരുന്ന നാടോടികളെ ദൈവം അബ്രാമിലൂടെ വിളിച്ചു. മോശയിലൂടെ സ്വന്തം ജനമാക്കി. ആരിലൂടെ ആയിരുന്നു? മോശയിലൂടെ സ്വന്തം ജനമാക്കി. ഉൽപ്പത്തി 12:4 വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായിരുന്നു? ആരാരുമില്ലായിരുന്ന നാടോടികളെ ദൈവം അബ്രാമിലൂടെ വിളിച്ചു. പിന്നെയോ മോശയിലൂടെ സ്വന്തം ജനമാക്കി. ഈ സ്വന്തം ജനതയെ മരുഭൂമിയിലൂടെ, അതായത് മരുഭൂമിയിലൂടെയായിരുന്നു കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയത്. ഇപ്പൊ ഇസ്രായേൽ ജനതയുടെ അതിനു മുമ്പുള്ള സിറ്റുവേഷൻ എങ്ങനെയുള്ളതായിരുന്നു? അതെ, ഇസ്രായേൽ ജനത ഈജിപ്തിന്റെ അടിമത്തത്തില് ആയിരുന്ന ഒരു അവസരം അല്ലെ? അപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം എന്താണെന്നോ സന്തോഷം എന്താണെന്നോ ഒന്നും അവർ അറിഞ്ഞിട്ടില്ല. എന്നാൽ മോശ അവരെ ചെന്ന് വിളിക്കുകയാണ്, നിങ്ങൾ എന്റെ ഒപ്പം കാനാൻ ദേശത്തേക്ക് പോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇസ്രായേൽ ജനത അവർക്കുള്ളതെല്ലാം അവർ ഉപേക്ഷിച്ചിട്ട് മോശയോടൊപ്പം യാത്ര തിരിച്ചു. അങ്ങനെ അവര് കാനാൻ ദേശത്തെത്തി. അങ്ങനെ ആ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിലാണ് ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം സുദൃഢമായത്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മൾക്ക് അതില് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ ഇസ്രായേൽ ജനത എന്താണ് സന്തോഷമെന്നും എന്തൊക്കെയാണ് എങ്ങനെയെല്ലാമാണ് എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടതെന്നും ഒക്കെ അവർ മനസ്സിലാക്കാൻ സാധിച്ചു. അതുവരെ അവർ സ്വാതന്ത്ര്യം എന്താണെന്നോ സന്തോഷം എന്താണെന്നോ അറിഞ്ഞിട്ടില്ല. കാരണം അവര് ഈജിപ്തില് അടിമത്തത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ മോശയിലൂടെ അവർക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ അവര് ദൈവരാജ്യ അനുഭവം അവർക്ക് അനുഭവിക്കാനുള്ള അവസരം ലഭിച്ചു. അതായത് ദൈവം ആരായിരുന്നു? പിതാവ് അല്ലെ? ഒരു പിതാവിന്റെ സ്നേഹവും, അതായത് മനുഷ്യര് ഒരു മക്കളും, അതായത് പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും ഒക്കെ ജീവിക്കാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചു. അങ്ങനെ വളരെ സന്തോഷത്തിലായിരുന്നു അവര് ജീവിച്ചിരുന്നത്. 200 വർഷത്തോളം കാലം അത് നിലനിന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഈ ദൈവത്തിന്റെ സ്നേഹത്തില് അവര് ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം അവർക്ക് കുറച്ച് കൽപ്പനകളും നിയമങ്ങളും ഒക്കെ കൊടുത്തു. എന്തിനായിരുന്നു? ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അവര് പോവാതിരിക്കാനായിട്ട്, വേറെ ഒന്നിലേക്കും അവരുടെ മനസ്സ് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പനകളും നിയമങ്ങളും ഒക്കെ അവർക്ക് കൊടുക്കുകയുണ്ടായി. അതനുസരിച്ച് വേണം അവര് ജീവിക്കാനും. അതായത് സൃഷ്ടവസ്തുക്കളൊക്കെ അവര് ആ കൽപ്പനകളും നിയമങ്ങളും പാലിച്ചു മാത്രമേ പിന്നെ അത് ഉപയോഗിക്കാനുമുള്ള ഒരു നിയമം ദൈവം കൊടുത്തു. പിന്നെ അതായത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആ കൽപ്പനകളും നിയമങ്ങളും ഒക്കെ ദൈവം നൽകിയത്. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്ത് ചെയ്തെന്നോ? അവരില് എന്ത് വന്നു? സ്വാർത്ഥത ഉടലെടുക്കാൻ തുടങ്ങി. ഈ മനുഷ്യരായ ഓരോരുത്തരിലും സ്വാർത്ഥത ഉടലെടുക്കാൻ തുടങ്ങി. അവര് ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും ഒന്നും പാലിക്കാതെ വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം കുറെ പ്രവാചകന്മാരെ അയച്ചു. അവരെ ഈ പാപം ചെയ്യുന്നതിൽ നിന്നും മോചനം കൊടുക്കാനായിട്ട് കുറെ പ്രവാചകന്മാരെയൊക്കെ അയച്ചുവെങ്കിലും അവര് ആരുടെയും സ്വരം ശ്രവിച്ചില്ല. അങ്ങനെ അവരെന്ത് ചെയ്തു? ദൈവത്തിന്റെ ഹിതത്തിന് പ്രാധാന്യം നൽകാതെ സ്വന്തം താല്പര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിച്ചു. മനസ്സിലായ? അപ്പൊ ദൈവം കൊടുത്ത നിയമങ്ങളും കൽപ്പനകളും ഒന്നും അവര് പാലിക്കാതെയായി. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ദൈവരാജ്യം സംജാതമാകുമോ? ഇല്ലല്ലേ? എങ്ങനെയുള്ളിടത്ത് മാത്രമേ ദൈവരാജ്യം സംജാതമാകുകയുള്ളൂ? ദൈവത്തിനോട്, അതായത് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കണം.
കൂടുതൽ ഇമ്പോർട്ടൻസ് ദൈവത്തിന്റെ ആയിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ. അതായത് ദൈവത്തിന്റെ ഹിതത്തിന് നമ്മളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ വ്യവസ്ഥിതികളെയും പൂർണ്ണമായി സമർപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം സംജാതമാകുകയുള്ളൂ അല്ലെ. അപ്പോൾ കുട്ടികളെ, ദൈവം എന്തിനായിരുന്നു അവർക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് നിയമങ്ങളും കൽപ്പനകളും ഒക്കെ കൊടുത്തത്? ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും വ്യതിചലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതായത് ഈ സൃഷ്ടജാലങ്ങളെല്ലാം ദൈവത്തിന്റെ കൽപ്പനകൾക്കും നിയമങ്ങളും അനുസരിച്ച് മാത്രം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും കുറിച്ച് തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾക്ക് ദൈവം ആവശ്യത്തിലധികം ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? ഇല്ലാത്തവർക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്കും ഒരു ദൈവരാജ്യ അനുഭവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ധാരാളം ഇപ്പൊ വസ്ത്രമോ ഭക്ഷണമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാത്തവർക്ക് കൊടുക്കുവാനായിട്ട് മനസ്സ് കാണിക്കണം. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ പഴയ ഉടമ്പടിയിലെ ദൈവരാജ്യ സങ്കല്പം എന്തായിരുന്നു എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കിയല്ലേ. അപ്പോൾ കുട്ടികളെ, നിങ്ങള് ദാവീദിന്റെ സങ്കീർത്തനം 15 അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ടീച്ചർ ഇപ്പോ നിങ്ങൾക്ക് മുമ്പായിട്ട് ഒരു പ്രാവശ്യം അത് വായിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ദാവീദിന്റെ സങ്കീർത്തനം 15. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ, ദുഷ്ടനെ പരിഹാസ്യനായി കാണുകയും ദൈവഭക്തരോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ, കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? അതെ, കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വസിക്കും? എങ്ങനെയുള്ളവരാണ്? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, കൂടാതെയോ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ. അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമേ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾക്കും ഇതുപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെയും മറ്റുള്ളവരെ കുറിച്ച് അപവാദം വരുത്താതെയും ആരോടും അസൂയൊന്നും തോന്നാതെയുള്ള ഒരു ജീവിതം ലഭിക്കാനായിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച പാഠഭാഗം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാം പഠിച്ചു? ദൈവരാജ്യ സങ്കല്പം പഴയ ഉടമ്പടിയിൽ എങ്ങനെയായിരുന്നു? ആദ്യം ദൈവം ആരോരുമില്ലായിരുന്ന നാടോടികളെ അബ്രാമിലൂടെ വിളിച്ചു. ഏത് വാക്യായിരുന്നു അത്? ഉൽപ്പത്തി 12:4. പിന്നെ മോശയിലൂടെ സ്വന്തം ജനമാക്കി. അതിനുശേഷോ കാനാൻ ദേശത്തിലൂടെ അവരെ നയിച്ചു. ആ മരുഭൂമിയിലൂടെയുള്ള ആ യാത്രയിലായിരുന്നു ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം സുദൃഢമായതെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അവർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും എത്ര വർഷത്തോളം അങ്ങനെയുള്ള ജീവിതം അവർ തുടർന്നു? 200 വർഷത്തോളം നിലനിന്നിരുന്നു. പിന്നീട് അവരുടെ മനസ്സിൽ എന്ത് വന്നു? സ്വാർത്ഥത ഉടലെടുക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളൊന്നും പാലിക്കാതെയുള്ള ഒരു ജീവിതം അവര് ആരംഭിക്കുവാനായിട്ട് തുടങ്ങി അല്ലെ. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് എന്ത് നഷ്ടമായി? ഒരു ദൈവരാജ്യം നഷ്ടമായി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ദാവീദിന്റെ സങ്കീർത്തനം 15. അപ്പൊ അതിലും എന്തെന്നാ കൂടുതലും പറയുന്നത്? നമ്മള് പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഒക്കെ മനസ്സുള്ളവരായിരിക്കണമെന്ന് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇതില് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 59 ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഉത്തരം കണ്ടെത്താം. ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം സുദൃഢമായത് എപ്രകാരമാണ്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 54 ദൈവരാജ്യ സങ്കല്പം പഴയ ഉടമ്പടിയിൽ ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും എഴുതണം കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കാണിക്കണം. എങ്ങനെയായിരുന്നു?
അതെ, ആരോരുമില്ലായിരുന്ന നാടോടികളെ ദൈവം അബ്രാമിലൂടെ വിളിച്ചു, മോശയിലൂടെ സ്വന്തം ജനമാക്കി, സ്വന്തം ജനത്തെ മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. മരുഭൂമിയിലൂടെയുള്ള യാത്രയിലാണ് ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം സുദൃഢമായത്. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടി. ഇനി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുൻപായി മിസ് ഒരു പ്രവർത്തനം തരുകയാണ്. എല്ലാവരും അത് ചെയ്യണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 55 ദാവീദിന്റെ സങ്കീർത്തനം 15 അത് ടീച്ചർ നിങ്ങൾക്ക് ഇപ്പോ വായിച്ചു തന്നു അല്ലെ? അത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ നോട്ട് ബുക്കില് ഒരു പ്രാവശ്യം എഴുതണം, ടീച്ചറിനെ കാണിക്കണം കേട്ടോ. എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ എഴുതി കാണിക്കണം. ഓക്കെ, നിങ്ങൾക്കപ്പോ ഇന്ന് ഞാൻ പഠിപ്പിച്ചെന്ന പാഠഭാഗം നന്നായി മനസ്സിലായല്ലോ അല്ലെ? നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഒരു നിമിഷം ദൈവത്തിനോട് നന്ദി പറയാം. സ്നേഹസ്വരൂപനായ യേശുനാഥ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയുള്ള ജീവിതത്തിലും അങ്ങയുടെ സ്നേഹവും കരുണയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ആമേൻ.